1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2-ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി. നിലമ്പൂരിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടി ഉടമകൾ മുങ്ങിയ സംഭവത്തിൽ നിക്ഷേപകർക്കൊപ്പം ഉണ്ടാകുമെന്ന് PV അൻവർ MLA. സംസ്ഥാന സർക്കാരിന് പരാതി നൽകുന്നതിനൊപ്പം കോടതിയെയും സമീപിക്കും. പണം നഷ്ടപ്പെട്ടവരുടെ നേതൃത്വത്തിൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചായിരിക്കും തുടർ നടപടിയിലേക്ക് നീങ്ങുകയെന്നും MLA പറഞ്ഞു. നമ്മുടെ നാട്ടിൽ ചിട്ടികൾ ഉൾപ്പെടെ സ്വകാര്യ കമ്പനികളും വ്യക്തികളും പണമിടപാട് സ്ഥാപനങ്ങൾ തുടങ്ങണമെങ്കിൽ നിലവിലെ ചട്ടങ്ങൾ പാലിച്ചായിരിക്കണമെന്നും MLA പറഞ്ഞു. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പുകൾ പലയിടത്തും വ്യാപകമാകുമ്പോഴും സർക്കാരും വകുപ്പുദ്യോഗസ്ഥരും കാണിക്കുന്ന അലംഭാവമാണ് ഇത്തരം തട്ടിപ്പുകൾ ആവർത്തിക്കാൻ കാരണം. നിക്ഷേപകരുടെ പണവുമായി മുങ്ങിയവർക്ക് ചില ബന്ധുക്കളും മറ്റും സംരക്ഷണമൊരുക്കുന്നതായുള്ള നിക്ഷേപകരുടെ പരാതി ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ നിക്ഷേപകരെ പറ്റിച്ച പണം അവരുടെ പക്കലുള്ളപ്പോൾ അതിനുള്ള സാധ്യതയുണ്ടെന്നും MLA പറഞ്ഞു. പല തട്ടിപ്പുകാർക്കും സഹായം ഒരുക്കിയ കേസുകളിൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളായ സംഭവം എടുത്തു പറഞ്ഞു. നിലമ്പൂരിലെ കാരാട്ട് കുറീസിലും ധനലക്ഷ്മി നിധിയിലുമായി നിക്ഷേപകർക്ക് നൽകാനുള്ളത് 10 കോടി രൂപയുണ്ടെന്ന് ഈ ബ്രാഞ്ചുകളിലെ മാനേജർമാരും MLAയോട് പറഞ്ഞു. കാരാട്ട് കുറീസിൽ പണം നിക്ഷേപിച്ചവരിൽ 90% പാവപ്പെട്ടവരാണ്. ധനക്ഷേമ നിധിയിൽ ലക്ഷങ്ങളാണ് പലരും സ്ഥിര നിക്ഷേപമിട്ടിരുന്നത്. പരാതികളിൽ പോലീസ് അന്വേഷണം ശരിയായ രീതിയിൽ നടക്കുമെന്ന പ്രതീക്ഷയും MLA പ്രകടിപ്പിച്ചു. അതിലിപ്പോ ഈ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കണവര് എനിക്ക് തോന്നുന്നു 10-500 ആളുകൾ ഉണ്ടെന്ന് തോന്നുന്നു. അവർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി സർക്കാരിന് പരാതി കൊടുക്കണം. അതോടൊപ്പം തന്നെ അവര് കോടതിയെ സമീപിക്കണം. ഈ 2 കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. പിന്നെ ഈ പറയുന്ന കാരാട്ട് കുറീസിന്റെ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അത് കോടതി വഴി അത് അറ്റാച്ച് ചെയ്യിക്കുക. ഇനി അത് വിറ്റുപോകാതിരിക്കുക. അത് അറ്റാച്ച് ചെയ്യണമെങ്കിൽ കോടതി അത് ബോധിപ്പിക്കേണ്ടതുണ്ട്. അപ്പൊ പരാതി കൊടുത്ത് പോലീസ് FIR ഇട്ടാൽ FIR ബേസ് ചെയ്തുകൊണ്ട് ഈ ആക്ഷൻ കൗൺസിലിൽ കോടതിയിൽ പോകാം. അതിന്റെ മുകളിൽ ഒരു അറ്റാച്ച്മെന്റ് വാങ്ങാൻ പറ്റുമെങ്കിൽ പരിശ്രമിക്കാം. അതാണ് ഇപ്പൊ ഇനീഷ്യൽ സ്റ്റേജിൽ അടിയന്തരമായിട്ട് വരെ ചെയ്യേണ്ടത്. മറ്റൊക്കെ പിന്നെ അതിന്റെ ലീഗൽ പ്രൊസീഡിങ്സിലേക്ക് അല്ല, ഇവിടെ ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ ചട്ടങ്ങൾ നിയമങ്ങൾ ലംഘിച്ച് എത്രയോ ഫൈനാൻഷ്യൽ തട്ടിപ്പ് ഇവിടെ നടന്നത്. എത്ര 1000 കോടി, നമ്മളിവിടെ തന്നെ 1500 കോടി പൂക്കോട്ട് പടന്ന് തട്ടിപ്പ്. എത്ര എണ്ണം ഡെയിലി ആളുകൾ ഇതിന് പൈസ കൊടുക്കാൻ റെഡി ആയിട്ട് നിൽക്കുകയാണല്ലോ. അധ്വാനിച്ചുണ്ടാക്കണമെങ്കിൽ കുറച്ച് പണിയാണ്. അപ്പൊ വേഗം ലാഭം കിട്ടുന്ന പറയുമ്പോൾ എന്തെങ്കിലും കയ്യിലും കാവിലും ഒക്കെ വിറ്റിട്ട് കൊണ്ടേ കൊടുക്കും. അത് ഇങ്ങനത്തെ ആളുകൾക്ക് വളരെ സൗകര്യമാണ്. അപ്പൊ അതിന് ആളുകളെ ഈ ചൂഷണം ചെയ്യുന്നതിനെ നിയമപരമായിട്ട് അതിനെ നേരിടേണ്ട ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാരിന് മുന്നിൽ ഇങ്ങനത്തെ കേസ് എത്ര പ്രത്യക്ഷപ്പെട്ടു. അപ്പൊ അതിനൊരു സ്റ്റഡി നടത്തിയിട്ട് എങ്ങനെ ഇത് തടയാമെന്നുള്ളൊരു പരിശോധന പോലും നടന്നിട്ടില്ല. ഇപ്പം നിലവിലുള്ള നിയമവ്യവസ്ഥകള് ഇത് തികയില്ല എന്നാണല്ലോ ഈ പിന്നെയും ആവർത്തിച്ചുള്ള തട്ടിപ്പുകൾ തെളിയിക്കുന്നത്. അപ്പൊ എങ്ങനെ അതിനെ നേരിടാം എന്ന് നിയമവ്യവസ്ഥയിൽ അതെങ്ങനെ മാറ്റം വരുത്തണം എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കേണ്ടത്. MLA വരുമെന്നറിഞ്ഞതോടെ നിക്ഷേപകരും ബ്രാഞ്ചുകളിലെ ജീവനക്കാരും കളക്ഷൻ ഏജന്റുമാരും സ്ഥലത്തെത്തിയിരുന്നു. എടക്കര ഉണ്ണിച്ചന്തം സ്വദേശി സന്തോഷ്, എടക്കര മില്ലുംപടി സ്വദേശി P മുബഷിർ എന്നിവരാണ് കോടികളുമായി മുങ്ങിയത്. നിലമ്പൂരിന് സമാനമായ തട്ടിപ്പാണ് കോഴിക്കോട്, പാലക്കാട്, വയനാട് ജില്ലകളിലായുള്ള 13 ബ്രാഞ്ചുകളിലൂടെയും നടത്തിയിട്ടുള്ളത്. കുറഞ്ഞത് 14 ബ്രാഞ്ചുകളിലായി 100 കോടിയിലേറെ രൂപ ഇവർ തട്ടിച്ചതായാണ് സൂചന. വണ്ടൂർ സ്വദേശിയായ യുവാവ് ഈ മാസം 28-ന് കല്യാണം നടക്കാനിരിക്കെ താൻ ജോലി ചെയ്യുന്ന കടയിൽ നിന്നും ദിവസവേതനമായ തുക ചിട്ടിയിൽ നിക്ഷേപിച്ചിരുന്നു. ഈ തുകയും നഷ്ടമായി. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. Lenora is different from others. Years of perfect stitching experience. Lenora, linen, cotton cloth and stitching. Pandikad Road, Vandoor.